രമേഷ് പിഷാരടി, ശ്വേത മേനോൻ വോയിസ് ക്ലിപ്പാണല്ലോ ഇപ്പൊ ലീക്കായിരിക്കുന്നത്. എന്തായാലും ആ സംഭവം ബാക്കി പാർട്ടിക്കാരൊക്കെ നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സംഭവം വേറൊന്നുമല്ല, ശ്വേത മേനോൻ അമ്മ AMMA പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം പിന്നീട് താൽക്കാലികമായി നിയമിച്ചവരുടെ കൂട്ടത്തിൽ രമേഷ് പിഷാരടി ഉണ്ടായിരുന്നു. അതായത് അമ്മയെ നയിക്കാൻ താൽക്കാലികമായിട്ട് കുറച്ച് നേതാക്കൾ. അപ്പൊ ഇപ്പത്തെ ഭാരവാഹി എന്നുള്ള ഒരു നിലയിൽ ശ്വേത മേനോൻ രമേഷ് പിഷാരടിയുമായി സംസാരിക്കുന്ന വോയിസ് ആണ് ഇപ്പൊ ലീക്കായിരിക്കുന്നത്. അപ്പൊ അതിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക. മെയിൻ ആയിട്ട് എടുത്തു പറയുന്നത് കുൽസിത വർത്താനങ്ങൾ എന്നുള്ള ലെവലിലാണ് പാർട്ടിക്കാർ ഇപ്പൊ അതിനെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ വോയിസ് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്ത് എന്ത്? ഞാനേ നിങ്ങളുടെ ക്രൗൺ പ്ലാസ എന്താ പരിപാടി അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി അങ്ങനെ ഒന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. മനസ്സിലായി, ചോദിച്ചു എന്താ ഇന്ന് പരിപാടി? വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അയ്യോ പാവം ചെറിയ കുട്ടിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ശ്വേതയ്ക്ക് ഒട്ടും മനസ്സിലാവില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിനെപ്പറ്റി ഒന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ഡബിൾ മീനിങ് ഉള്ള വർത്താനം ഒരാൾക്ക് മനസ്സിലാക്കി എടുക്കാനാണോ പാട്? പ്രത്യേകിച്ച് ശ്വേത മേനോന് രമേഷ് പിഷാരടിയുമായിട്ട് ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ നടന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഡബിൾ മീനിങ് മനസ്സിലാവുന്ന ഒരാളാണോ ശ്വേത മേനോൻ, അഥവാ ഒരു പാവം ഉള്ള കുട്ടിയാണോ എന്നുള്ളതൊക്കെ. എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് you people to give me the ശരി. അപ്പൊ ഈ ഹസ്ബൻഡ് വന്ന് പോട്ടെ, കാര്യങ്ങളൊക്കെ ശരിയാക്കാന്നുള്ള കാര്യമാണ് ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, രമേഷ് പിഷാരടി ഏത് ഡയലോഗിലും ഒരു ഡബിൾ മീനിങ് കണ്ടെത്തി പറയുന്ന ഒരാളാണ്. ഒരു കൊമേഡിയൻ എന്നുള്ള ലെവലിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അങ്ങനത്തെ ഉള്ള ഒരാളുടെ വായിന്ന് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളല്ല എക്സ്പെക്ട് ചെയ്യേണ്ടുള്ളൂ. ഓരോ സാഹചര്യങ്ങളിലും തഗ്ഗാണെങ്കിലും കോമഡി ആണെങ്കിലും. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ശ്വേത മേനോൻ എന്ന് പറയുന്ന ആൾ ഒരിക്കലും കംഫർട്ട് ആയിട്ടല്ല വർത്താനം പറയുന്നത്. അതും കൂടി രമേഷ് പിഷാരടി നോക്കണ്ടായിരുന്നു. നമ്മൾ എങ്ങനത്തെ രീതിയിലുള്ള ഡബിൾ മീനിങ് വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിലും അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കംഫർട്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അവരത് എടുത്തെങ്കിൽ അത് പ്രശ്നമായിട്ട് മാറും. അപ്പൊ ഈ വീഡിയോ ലീക്ക് ആയതിനു ശേഷം മറുപടി ഉണ്ട്, അതെന്തായാലും കാണാം. കിടക്കട്ടെ, ജീവിതമല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നത്. പാവം എന്തായാലും നാറി. ഇപ്പൊ പണ്ടൊന്നും കാര്യമില്ല. ശ്വേത മേനോനുമായിട്ട് അത്രയും ക്ലോസറാണ്. അത് നമുക്ക് ടെലിവിഷൻ ചാനൽസ് എല്ലാം നിരീക്ഷിച്ച് നോക്കിയവർക്ക് മനസ്സിലാക്കുക എന്നുള്ള കാര്യമുള്ളൂ. അപ്പൊ ആ സംഭവം മാത്രമേ പിഷാരടി വേണമെങ്കിൽ തിരിച്ച് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുന്നുള്ളൂ. പക്ഷെ കാര്യം കൈവിട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവര് തമ്മിലുള്ള ഒരു ബന്ധം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുള്ളൂ. ലിപ്സ്റ്റിക് കിട്ടുന്ന സമയത്ത് പല്ല് വെച്ചിട്ട് വാ. ഉമ്മ വെക്കാൻ പോവുന്നുണ്ട് ശ്വേത മേനോൻ. അന്നൊന്നും യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോഴൊക്കെയാണ് ഇതൊക്കെ ഭയങ്കര ഒരു വലിയ രീതിയിൽ ആയി തോന്നിയിരിക്കുന്നത് ആൾക്ക്. എന്തായാലും ബാക്കി കാര്യം കൂടി. ഞാൻ ഭാഗ്യം പേസ്റ്റിനെ പറ്റി പറഞ്ഞു, ഞാൻ സോപ്പിനെ പറ്റി പറഞ്ഞെങ്കിൽ എന്ത് സംഭവിച്ചാനെ അല്ലേ? രക്ഷപ്പെട്ടിരിക്കാൻ അത് നല്ല രീതിയിൽ കൈകൊട്ടുന്നുണ്ട്. അവിടെ ഡബിൾ മീനിങ് മനസ്സിലാക്കാൻ യാതൊരുവിധ കുഴപ്പമില്ല. ഞാൻ പേസ്റ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പൊ ആ ലെവലുള്ള ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഷാരടി വിചാരിച്ചിട്ടുണ്ടാവുക ശ്വേത മേനോൻ ആൾസോ ഈ ലെവലിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷെ കാര്യം കൈവിട്ട് പോയി. ഈ കുൽസിത ചാറ്റ് മാത്രമല്ല ലീക്ക് ആയിരിക്കുന്നത്, ഒരു ലെങ്ത് വോയിസ് കോൾ തന്നെയാണ്. അതിന്റെ ബാക്കി കാര്യം കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം.
എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചമ്പിളി ഉണ്ടാക്കിയത്? കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വലിച്ചത്? അത് നടന്നത് തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. ഇവിടെ ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് അത് സിദ്ദിഖ് മേടിച്ചു, എന്തുകൊണ്ട് ബാബുരാജ് പറഞ്ഞു, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ഇവര് നമ്മുടെ കഴിഞ്ഞ കമ്മിറ്റിയെ പറ്റി ഇതുപോലൊരു 15 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ബാബുരാജ് ഏട്ടന്റെ കണക്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്. നമ്മള് ഫോറൻസിക് ഇന്റർണൽ ഓഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ആരും ചെയ്യാൻ സമ്മതിക്കാത്തത്? നമ്മൾ ഇപ്പോഴും പറയാണ് ഇത് കഴിഞ്ഞ ഓഡിറ്റ് പാസ്സായി പോയി കഴിഞ്ഞ ഓഡിറ്റാണ്. ഇനി ഒരു കമ്മിറ്റിക്കാണ് അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, കമ്മിറ്റിക്ക് അല്ല, ബാബുരാജ് ഏട്ടൻ അത് മറ്റേ മിനിറ്റ്സിൽ എഴുതി തരണം. സംഭവം എന്തായാലും കൈവിട്ട് പോയി. രമേഷ് പിഷാരടി പറഞ്ഞിരിക്കുന്നു, ഞാൻ എന്റെ രാജി ഇവിടെ വെക്കുന്നു. രാജി എന്ന് പറഞ്ഞ രാജിയാണ്, അതിന്റെ അപ്പുറത്തേക്ക് ഇനി യാതൊരുവിധ കാര്യമില്ല. കാരണം അത് ശ്വേതാ മേനോൻ കുറച്ച് മുന്നേ ഞാൻ രാജിവെക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ തിരിച്ചു വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നേരെ ശ്വേതയ്ക്ക് ഒരു കൊട്ടു കൊടുത്ത പോലെ തന്നെയാണ് അത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയ കാര്യം മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് രമേഷ് പിഷാരടി പ്രസിനെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തായാലും ഒന്ന് കേൾക്കാം. മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട് ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാനന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം. എന്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടാൽ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി, ഞാൻ എന്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്താനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലത് വരണമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്, നമ്മളെല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നാണ്. സംഭവം എന്തൊക്കെ പറഞ്ഞാലും രമേഷ് പിഷാരുടെ അനുവാദം ഇല്ലാതെ അയാളൊരു വോയിസ് കോൾ ലീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും നാണം കെട്ട പരിപാടി തന്നെയാണ് ശ്വേതാ മേനോൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അല്ലെ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കാരണം ഇങ്ങനത്തെ ലെവലിലൊക്കെ മുമ്പ് പെരുമാറിയിട്ട് മനുഷ്യനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറയും. അതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവനവന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ബലിയാടാക്കുക. എനിക്ക് സ്ഥാനം വേണമെന്നില്ലല്ലോ പരിശ്രമിക്കാൻ. സ്ഥാനം വേണമെന്നൊന്നുമില്ല. നമുക്കൊരു സംഘടനയിൽ നിൽക്കുമ്പോൾ നമ്മൾ സിൻസിയർ ആയിട്ട് നിൽക്കണം. അതിന്റെ ഒരു പ്രശ്ന സാഹചര്യങ്ങളിൽ നമ്മൾ സിൻസിയർ ആയിട്ട് നിൽക്കണം. അതിനൊരു സ്ഥാനത്തിന്റെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പ്രാഥമിക അംഗത്വം ഒന്നും രാജിവെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആകെ ഈ അഡ്വക്കേറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന സ്ഥാനത്ത് മാറാം, അത്രേ ഉള്ളൂ. ആ രാജി ഇപ്പൊ ഇനിയിപ്പോ ആർക്ക് കൊടുക്കണ്ട? അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെ വേറെ ആർക്കെങ്കിലും കൊടുക്കണോ, അപ്പുറത്ത് കൊടുക്കണോ എന്നുള്ള. എന്റെ ഈ രാജിക്ക് ഇനി ഞാൻ കത്ത് കൊടുത്തില്ലെങ്കിലും ഇതൊരു ഡിക്ലറേഷൻ ആണ്. കുറച്ച് 15 ദിവസം കഴിയുമ്പോൾ ഈ രാജി അല്ലെന്നും പറഞ്ഞ് ഞാൻ വരികയില്ല. രാജി തന്നെയാണത്. തലമൂത്ത സ്ഥാനത്ത് ഇരിക്കാൻ താൻ എന്തായാലും ഉണ്ടാവില്ല എന്നാണ് രമേഷ് പിഷാരടി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസവഞ്ചന എന്ന് നമുക്ക് പറയാം ഇതിനെ, അത്രേ ഉള്ളൂ. ബീന ആന്റണി ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തായാലും നമുക്ക് കേട്ട ശേഷം വീഡിയോ അവസാനിപ്പിക്കാം. പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കുന്നു. അമ്മയിൽ നിന്ന് പോകരുതെന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു. ശ്വേത ആ ഒരു തീരുമാനം ഇപ്പൊ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കേട്ടില്ല. പുള്ളിക്കാരിയുടെ ഇഷ്ടം പറഞ്ഞു, അതങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോ ഈ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ശ്വേതയും പിഷാരടിയും തമ്മിലുള്ള, പിഷാരടി ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ ഏറ്റവും നല്ല എന്താ പറയാ ജനപിന്തുണയോടെ ഒരു MLA ആയിട്ട് വന്ന ആളാണ് പിഷാരടി. ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് പിഷാരടിയുടെ കാര്യത്തിൽ. ആ പിഷാരടി നമ്മുടെ ഈ അമ്മയുടെ ഒരു ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളാണ്. ആ ആള് ശ്വേതയോട് ഏറ്റവും അടുപ്പമുള്ള 2 സുഹൃത്തുക്കളാണ് അവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പിഷാരടിയെ പോലെ ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ വേദനിപ്പിച്ചതിലും ഇതുപോലെ മോശമാക്കിയതിലും ഞാൻ എന്റെ ദുഃഖം രേഖപ്പെടുത്താണ്. അത് വളരെ മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയണം. ഒരിക്കലും വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അവർ തമ്മിൽ എത്രയോ ആത്മബന്ധമുള്ള ആൾക്കാരാണ്. പിഷാരടി ജയിച്ചപ്പോ പിഷാരടി ഉമ്മ വയ്ക്കുന്ന ഒരു ഇതാണ് പുറത്തുവിട്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചത്. അത്രയും അവർ ആത്മബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ആ ഒരു ഇതെടുത്ത് പുറത്തിട്ടപ്പോ ശ്വേത ഒരു കാര്യം ആലോചിക്കണ്ടേ, ആ മനുഷ്യനെ അത് എത്രമാത്രം ബാധിക്കും. ഇത്രയും പൊളിറ്റിക്കലി ഇത്രയും വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്തുമാത്രം മോശം രീതിയിലാണ് ഇപ്പോ മറ്റുള്ള
പാർട്ടിയിലുള്ളവരും ആൾക്കാരും പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പിഷാരടിയെ ആക്കാൻ പാടില്ലായിരുന്നു ശ്വേത. ഞാൻ അതിൽ ശക്തമായിട്ട് ശ്വേതയോട് പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം ഈ ലാസ്റ്റ് നിമിഷത്തിൽ പിന്നെ വന്നിട്ട് ശ്വേത പറയുന്നു ഞാൻ രാജിവെച്ചിട്ടില്ല, ഞങ്ങളുടെ ഭരണഘടന ഇനിയും ഭരണസമിതി ഇനിയും തുടരൂ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ശ്വേത. അതിൽ ഇനി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം പിന്നെയും പോവുമല്ലേ ശ്വേത? ഇപ്പൊ ഈ ചെയ്തത് പിന്നെ നമ്മൾ നിങ്ങൾ ഭരണസമിതി ഇരിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ പുറത്തു പോയതിനെ കുറിച്ചൊക്കെ നമ്മൾ അന്നേ നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങളുടെ പരാജയം സംഭവിച്ചത്. നിങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ വെളിയിലേക്ക് വരുന്നത്. ഇപ്പൊ ശ്വേത തന്നെയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതിലെന്ത് ന്യായമാണ് ശ്വേതയ്ക്ക് പറയാനുള്ളത്? അപ്പൊ എനിക്ക് വളരെ അതിനുള്ള ഒരു എതിർപ്പ് ഞാൻ എന്റെ പേഴ്സണൽ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ആ ചെയ്തതിനോട് എനിക്ക് ഒരിക്കലും ശ്വേതയോട് യോജിക്കാൻ കഴിയില്ല. പിഷാരടിയോട് ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി. പിന്നെ ഈ ഒരു സംഭവത്തിലും എന്തായാലും എല്ലാവരും വളരെയധികം വേദനയോടെ നോക്കിക്കാണുന്നു ഇനി അമ്മയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. അമ്മ എന്ന സംഘടനയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നയിക്കാനും ശക്തമായിട്ടുള്ള നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനൊക്കെ മുൻപന്തിയിലേക്ക് ഇറങ്ങണം. ഇത് ഞങ്ങളുടെ ഹംബിൾ റിക്വസ്റ്റ് ആണ്. നമ്മളുടെ അമ്മയെ രക്ഷിക്കാൻ നിങ്ങളൊക്കെ തന്നെ മുന്നിലുണ്ടാവണം. താങ്ക് യു. അമ്മയുടെ പോക്ക് എന്തായാലും ഇനി അധോഗതിയാണ്. കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലാലേട്ടനെ മമ്മൂക്കൊക്കെ വന്നിട്ട് ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത്? കാരണം അതിലും വലിയ നാണക്കേടില്ല. എന്തേലും മിണ്ടിക്കേന അങ്ങ് ഏറി പോകുന്നവർക്ക് മുമ്പേ അറിയുന്നതുകൊണ്ടാണ് ഇതുവരെ ഒന്നും മിണ്ടാത്തത്. അപ്പൊ നമ്മുടെ ഭാവി കാര്യങ്ങൾ എന്തായാലും അധോഗതി എന്നേക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന രമേഷ് പിഷാരടി എന്തായാലും പാലക്കാടിന്റെ രണ്ടാമത്തെ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ലെവലിലാണ് ഇപ്പൊ പോസ്റ്ററൊക്കെ അടിച്ചിറക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ബീന ആന്റണി ചേച്ചിയും പറഞ്ഞിരിക്കുന്നത് കാരണം അവര് തമ്മിലുള്ള അടുപ്പം അത്രത്തോളം ഉണ്ട്. എന്തും തുറന്നു പറയാനുള്ള ഒരു കാര്യമാണ് അവിടെ പിഷാരടി കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഇങ്ങനെ വള്ളിയാവുമെന്ന് മൂപ്പര് ഇന്നേ വരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരോടേക്കും ഒന്നേ പറയാനുള്ളൂ, ആരെയും വിശ്വസിക്കാതിരിക്കുക. ഇന്ന് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറേണ്ടിച്ചിട്ട് നാളെ അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ ആ ഒരു ഓർമ്മ എപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പൊ എന്തായാലും ഇത്രയും കണ്ട ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.